വീട്ടിൽ വെച്ച് ചോദിച്ചു കഴിഞ്ഞാലേ എങ്ങനെയെങ്കിലും ഒക്കെ എന്തെങ്കിലും കാര്യം പറഞ്ഞ എസ്കേപ്പ് ആക്കി പോകും. അപ്പൊ ചോദിക്കും എന്റെ കാര്യം റിയാലിറ്റി ഷോ ജഡ്ജാണോ? ജഡ്ജിയല്ല കേട്ടോ. ഞാൻ ചോദിച്ചോട്ടെ. തർക്ക പരിഹാരം എന്തുവാ? ആദ്യത്തെ ചോദ്യമേ, ആ, എന്റെ പേര് ചേട്ടന്റെ ഫോണിൽ എങ്ങനാ സേവ് ചെയ്തിരിക്കുന്നത്? ഭാര്യ ആര്യ എന്നാണ് എന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത്. ആര്യ. ആ, ഭാര്യ ആര്യ. ഭാര്യ. അതെന്തിനാണ് അങ്ങനെ? ഈ ഭാര്യ ആര്യ എന്ന് പറയുമ്പോ വേറെ വല്ല ഭാര്യമാര് നിലവിലുണ്ടോ? അടുത്ത ദിവസം ഞാൻ ഈ യൂണിഫോം കഴിയപ്പോഴേ 3-4 നീളമുള്ള മുടിയഴ കണ്ടു. അപ്പൊ അത് ചേട്ടന്റെ തലയിൽ മുടി ഒട്ടുമില്ല, പൊതുവേ ഇല്ലല്ലോ. അപ്പൊ എങ്ങനാണ് ഈ മുടിയഴ വന്നേന്ന് എനിക്കെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. ഞാൻ പോകുന്നില്ലല്ലോ ഡ്യൂട്ടിക്ക്. ഇനി ഇവരുടെ കൂട്ടുകാരെ ഒത്തുകൂടലുണ്ടല്ലോ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഫ്രണ്ട്സ് എല്ലാം പരസ്പരം ചോറൊക്കെ വാരി കൊടുക്കുന്നു അങ്ങനെ. പക്ഷെ എനിക്ക് ഇന്ന് അവരൊരു ഇച്ചിരി ചോറ് പോലും വാരി തന്നിട്ടില്ല. അതെന്താന്ന് എനിക്കൊന്ന് അറിയണം. അത് ഞാൻ നാളെ പോലെ മാറിത്തരാം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ.